പേരാ തങ്കിപ്പള്ളിയിൽ. ഞാനിപ്പോ രണ്ടുപേരെ കാണാൻ വേണ്ടി വന്നതാണ്. നേരിട്ട് കാണാൻ പറ്റില്ല, അവര് ഈശലോകവാസം അടഞ്ഞിരിക്കുകയാണ്. അത് മരിച്ചുപോയി. ഇപ്പോൾ ഒരാൾ 4 വർഷമായി മരിച്ചിട്ട് 2022 മരിച്ചാണ്. അപ്പോൾ മേജു എന്നാ പേര്. പുള്ളിയുടെ എല്ലാ വർഷവും വരാറുണ്ടെന്ന് തോന്നുന്നുണ്ട്. മാർച്ച് 9 തീയതി വരാറുണ്ട്. പുള്ളിയുടെ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ മാർച്ച് 9 തീയതി എല്ലാ വർഷവും വരാൻ ശ്രമിക്കാറുണ്ട്, പലപ്പോഴും പറ്റാറില്ല. പക്ഷേ ഈ 2026 വരണമെന്നൊരു ആഗ്രഹമുണ്ടായി. കാരണം എനിക്ക് ഈ വർഷം ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഉയർച്ച മാത്രമല്ല, താഴ്ച സംഭവിക്കുകയല്ല. അപ്പോൾ നമ്മൾ ഭക്തി കാര്യങ്ങളും ഓർമ്മകളും ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഓർക്കുക എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. നമ്മളെപ്പോലെ ആൾക്കാരും മരിച്ചുപോയ ആൾക്കാരെ നമ്മൾ എപ്പോഴും കൊടുത്തില്ലെങ്കിൽ പോലും അവരുടെ ഓർമ്മകളൊക്കെ ഓർക്കണം. അവരുടെ എന്താ പറയുക, വിമാനം പോയാലും പിന്നെ അവിടെ തന്നെ അവിടെ ഒരു കാൽപാദം ഉണ്ടാവും അല്ലേ. ഓരോരോ ഓർമ്മ ദിവസം അവരടക്കിയ പള്ളികളിൽ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക, കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ ഒരു നല്ല കാര്യമാണ്. ഞാൻ ചെയ്യുന്നു, ഇതെല്ലാവരും അതുപോലെ ചെയ്യണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും നമ്മൾ കഴിയാവുന്ന നമ്മൾ വന്നു. ഇപ്പോൾ എത്ര പേര് ഇവിടെ വന്നു എന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ മക്കളെ ആരും ഇന്ന ദിവസം രാവിലെ വന്നതെന്ന് എനിക്കറിയില്ല, ഉച്ചക്ക് ആരും വന്നില്ല. രാവിലെ വന്നു പോയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കാം, പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം മരിച്ചുപോയ ആൾക്കാരെ പിന്നെ വന്ന് കാണുന്നത് കുറവാണ്. എന്നാലും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഒന്ന് പള്ളിയിൽ വന്ന് പോകുമ്പോൾ സമയമില്ല എന്ന് പറയുമ്പോൾ